മക്കളെ, ഇറ്റ്സ് മീ അരുൺ ഫ്രം MS സൊല്യൂഷൻ. എടാ ദാ 10ാം ക്ലാസ്സിലെ ഫിസിക്സ് പരീക്ഷ നമ്മളെ തൊട്ടടുത്ത ദിവസം മക്കളെ ആ എക്സാം നടക്കാൻ പോവുകയാണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യും മക്കളെ, ഒന്നും പഠിക്കാതെ എൻ്റെ കുട്ടികൾ മക്കളെ, സാറേ എനിക്ക് പഠിക്കാൻ പറ്റിയില്ല, പഠിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ആയിപ്പോയി സാറേ, എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ സാറേ എന്ന് മക്കളെ ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നതായി ഞാൻ ശ്രദ്ധിച്ചു മക്കളെ. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ മക്കളെതാ നിങ്ങൾ വേറെ ഒന്നും പഠിച്ചില്ലെങ്കിൽ മക്കളെതാ ഇതിൽ കുറേ ക്വസ്റ്റ്യൻസ് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതെന്ത് ചെയ്യും മക്കളെ, വൃത്തിയായിട്ട് എന്ത് ചെയ്യണം മക്കളെ, നോട്ട്ബുക്ക് എടുത്ത് നിങ്ങൾ ചെയ്ത് പഠിക്കുക കേട്ടോ. ഉറപ്പായിട്ട് മക്കളെതാ ഈ പറഞ്ഞതുപോലെ 36 മാർക്ക് കൂടുതൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും മക്കളെ, അവൈലബിൾ ആയിരിക്കും, കിട്ടൂടാ, ഉറപ്പാണ്. ഈ ക്വസ്റ്റ്യൻസ് മാത്രം നിങ്ങൾ ചെയ്ത് പഠിച്ചാൽ മതി മക്കളെ. ഓക്കെ അല്ലേടാ? ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോയാണ്. നിങ്ങളുടെ സമയം ഞാൻ വിലപ്പെട്ട സമയം ഞാൻ ഒന്നും നഷ്ടപ്പെടുത്തുന്നില്ല മക്കളെ. ഒന്നാമത്തെ ചോദ്യം പറയാൻ പോവുകയാണ് മക്കളെ. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഒരു എക്സ്പെരിമെന്റ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ്, ഒരു പരീക്ഷണ അടിസ്ഥാനത്തിലുള്ള ഒരു ചോദ്യമാണ്. അപ്പൊ മക്കളെ നോക്കിക്കേ മക്കളെ, ഹൗ ക്യാൻ വി ഫൈൻഡ് പ്രിൻസിപ്പൽ ഫോക്കൽ ലെങ്ത് അല്ലെ മക്കളെ? നോക്കിക്കേടാ, എങ്ങനെയാണ് നമുക്ക് മക്കളെ പ്രിൻസിപ്പൽ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാൻ കഴിയുന്നത്? അങ്ങനെ ഒരു ചോദ്യം വരാം. ക്ലിയർ ആണോ മക്കളെതാ? നോക്കിക്കേടാ, അതിനാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിസ്റ്റന്റ് ഒബ്ജക്റ്റ് മെത്തേഡ്. എന്തായാലും മക്കളെ ഡിസ്റ്റന്റ് ഒബ്ജക്റ്റ് മെത്തേഡ് പഠിച്ചു വെക്കണം മക്കളെതാ. മലയാളം മീഡിയം ഇതുപോലെ തന്നെ മക്കളെ എഴുതണം കേട്ടോ. ഡിസ്റ്റന്റ് ഒബ്ജക്റ്റ് മെത്തേഡ് തന്നെയാണ് മലയാളം മീഡിയം എഴുതേണ്ടത് മക്കളെതാ. എന്താ ക്വസ്റ്റ്യൻ എന്താ മക്കളെ? കോൺവെക്സ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാനായിട്ട് ഒരു പരീക്ഷണം അല്ലെങ്കിൽ ഒരു എക്സ്പെരിമെന്റ് സജസ്റ്റ് ചെയ്യുക എന്നാണ് ചോദ്യം വരുന്നതെങ്കിൽ എൻ്റെ കുട്ടികൾ, MS സൊല്യൂഷന്റെ കുട്ടികൾ എന്ത് ചെയ്യണം മക്കളെ? ഡിസ്റ്റന്റ് ഒബ്ജക്റ്റ് മെത്തേഡ് എന്ന് എഴുതണം. ക്ലിയർ ആണോ? സിമ്പിളാ. ഇനി ഇത് എന്താണെന്ന് പറഞ്ഞുതരാം മക്കളെ. ഡിസ്റ്റന്റ് ഒബ്ജക്റ്റ് മെത്തേഡ് ഞാൻ നേരത്തെ ഇതിനെ കുറിച്ച് ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മക്കളെ. അത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണമെങ്കിൽ ആ വീഡിയോ ഒന്ന് നിങ്ങൾ കണ്ടാൽ മതി കേട്ടോ മക്കളെ. അപ്പൊ ഡിസ്റ്റന്റ് ഒബ്ജക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്, എടാ ഇതൊരു കോൺവെക്സ് ലെൻസ് അല്ലേ മക്കളെ? ഈ കോൺവെക്സ് ലെൻസിൽ ഇവിടെ വലിയൊരു മരമുണ്ടടാ, വലിയൊരു മരമുണ്ട് മക്കളെതാ. ഈ ഒരു വലിയൊരു മരത്തിനെ ഞാൻ എന്ത് ചെയ്യുന്നു മക്കളെ, ഒരു സ്ക്രീനിലേക്ക് കൊണ്ടുവരും. അപ്പൊ എന്ത് ചെയ്യും, ഈ സ്ക്രീനിലെ മക്കളെ മരം ഇങ്ങനെ ആയിരിക്കത്തില്ലേ മക്കളെ? ആയിരിക്കും. ഇത് മുതൽ ഈ ഒരു പോയിന്റ് മുതൽ ഇതുവരെയുള്ള ദൂരം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഫോക്കൽ ലെങ്ത് കിട്ടും. എക്സാം ആയതുകൊണ്ട് ഡീറ്റെയിൽ അനുസരിച്ച് പറയുക പറ്റത്തില്ലടാ, അത് ഉറപ്പാണ്. ഉള്ള കണക്ക് തന്നെ പറയാമല്ലോ, ഡീറ്റെയിലിങ് ഭയങ്കര പാടാ. നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ആ വീഡിയോ കയറി ഒന്ന് കണ്ടാൽ അതിൽ ഡീറ്റെയിൽ ചെയ്ത് മക്കളെ എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് മക്കളെ. സെറ്റ് അല്ലേടാ? ഓക്കെ അല്ലേ മക്കളെ? അപ്പം ഹൗ ക്യാൻ വി ഫൈൻഡ് ദ പ്രിൻസിപ്പൽ ഫോക്കൽ ലെങ്ത് ഓഫ് എ കോൺവെക്സ് ലെൻസ്? എന്താ ചോദ്യം, മനസ്സിലായല്ലേടാ? ഒരു കോൺവെക്സ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് എങ്ങനെ കണ്ടുപിടിക്കാം മക്കളെ? പഠിച്ചു വെക്കടാ. ഡിസ്റ്റന്റ് ഒബ്ജക്റ്റ് മെത്തേഡ്, ഡിസ്റ്റന്റ് ഒബ്ജക്റ്റ് മെത്തേഡ് മക്കളെ. സെറ്റ് അല്ലേടാ? മക്കളെ അത് കഴിഞ്ഞിട്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. മക്കളെ സൗണ്ടിന്റെ തന്നെ ഏറ്റവും നല്ലൊരു ആപ്ലിക്കേഷൻ ചോദ്യമാണ്. നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റുന്നു എങ്കിൽ മക്കളെ രണ്ട് രീതിയിൽ ചിന്തിക്കാൻ കഴിയുന്ന ഒരു ചോദ്യമാണ്. എളുപ്പമാണ്, പക്ഷെ എന്ത് ചെയ്യാം, നിങ്ങളെ കുഴപ്പിക്കാം. ഇത് കേൾക്കാത്ത, ഇത് കാണാത്ത എൻ്റെ കുട്ടികൾക്ക് ഈ ചോദ്യങ്ങൾ നിങ്ങളെ മുന്നിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ എൻ്റെ കുട്ടികൾ എന്ത് ചെയ്യും മക്കളെ, കുറച്ചൊന്ന് വലഞ്ഞു പോകും. നോക്കിക്കേ മക്കളെ, ഇഫ് ആൻ ഒബ്സർവർ പ്ലേസസ് ഹിസ് ഇയർ, അത് കുറേ എന്തൊക്കെയോ പറയുന്നുണ്ട് അല്ലേ? അരുൺ സാർ ഒന്ന് ചുരുക്കി പറയട്ടെ മക്കളെ. എടാ വലിയ ലോങ് പൈപ്പ്, വലിയ ലോങ് മെറ്റാലിക് പൈപ്പ്, വലിയ ലോങ് മെറ്റാലിക് പൈപ്പ്, ഇരുമ്പ് പൈപ്പ് മക്കളെതാ. ഇവിടെ നിന്ന് ഞാൻ ഹാമർ ചെയ്യുന്നു, ചുറ്റികളിനടിക്കുന്നു, ഹാമർ ചെയ്യുന്നു മക്കളെതാ. ഇവിടെ ഒരു വ്യക്തിയുണ്ട്. ഈ വ്യക്തിക്ക് 2 സൗണ്ടുകൾ കേൾക്കാൻ കഴിയുന്നു, അല്ലെങ്കിൽ 2 എക്കോകൾ അല്ലെങ്കിൽ 2 പ്രതിധ്വനികൾ കേൾക്കാൻ കഴിയുന്നു എന്നൊരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് നിങ്ങളുടെ അടുത്ത് പറയും വിശദീകരിക്കാൻ, എക്സ്പ്ലെയിൻ. പറ്റുമോ? നിങ്ങളെ കൊണ്ട് പറ്റുമോ മക്കളെ? എന്താ സാറേ, എങ്ങനെ സാറേ 2 സൗണ്ട് ഉണ്ടാകുന്നത്? ഒരു എത്തും പിടിയും ഇല്ലല്ലോ സാറേ. അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന കുട്ടികളുണ്ടോ മക്കളെ? ഉണ്ടല്ലേടാ? ഇങ്ങോട്ട് നോക്ക് മക്കളെ. അരുൺ സാർ നിങ്ങൾക്ക് ഉത്തരം പറഞ്ഞു തരും. നോക്ക് മക്കളെ, ഞാൻ ഇവിടുന്ന് ഹാമർ ചെയ്യുമ്പോൾ ഈ പൈപ്പിനകത്ത് വായു ഇല്ലേ മക്കളെ? എയർ ഇല്ലേടാ? ആ എയർ മക്കളെ, ഈ പൈപ്പിനകത്ത് എന്തുണ്ടോ മക്കളെ? എയർ ഉണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, അവിടെ ഹാമർ ചെയ്യുമ്പോൾ 2 മീഡിയത്തിൽ, 2 മാധ്യമത്തിൽ ശബ്ദം ഉണ്ടാകുന്നുണ്ട്. ഏതൊക്കെയാ? ഒന്ന് ആ മെറ്റാലിക് ബോഡി, ഒന്ന് എന്താ ആ മെറ്റാലിക് ബോഡിയിലൂടെ സൗണ്ട് കടന്നു പോകുന്നുണ്ട്. അതുപോലെ ആ പൈപ്പിനകത്തുള്ള വായുവിൽ കൂടിയും എന്ത് ചെയ്യുന്നു മക്കളെ? ശബ്ദം കടന്നു പോകുന്നുണ്ട്. അപ്പൊ 2 സൗണ്ട് ആയില്ലേടാ? നിങ്ങൾ കഴിഞ്ഞ 9ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്കുള്ള ചോദ്യമായിരുന്നു മക്കളെ, ഏറ്റവും കൂടുതൽ സൗണ്ടിന്റെ സ്പീഡ് എവിടെയാടാ? മെറ്റൽസിനല്ലേ?
അപ്പം ഇവിടെ ഉണ്ടായ സൗണ്ട് വളരെ പെട്ടെന്ന് മക്കളെ ആ മെറ്റാലിക് ബോഡിയിലൂടെ പോയി ഇദ്ദേഹത്തിന് കേൾക്കാൻ കഴിയും. അതിനുശേഷമായിരിക്കും മക്കളെ ഈ വായുവിലൂടെ പോകുന്ന ശബ്ദം അവിടെ എത്തുന്നത്. അങ്ങനെയാണ് ആ വ്യക്തിക്ക് 2 സൗണ്ടുകൾ കേൾക്കാൻ കഴിയുന്നത്, അല്ലെ 3 ആണ് ചില 2 സൗണ്ടുകൾ കേൾക്കാൻ കഴിയുന്നത്. മക്കളെ സെറ്റ് അല്ലേടാ? ഓക്കെ അല്ലേ? സിമ്പിൾ അല്ലായിരുന്നോ ക്വസ്റ്റ്യൻ? ഓക്കെ അല്ലേ മക്കളെ? ഇതൊക്കെ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാവരും ചെയ്യുന്നത് പോലെ മക്കളെ എല്ലാവർക്കും സിമ്പിൾ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും, ഉറപ്പായിട്ടും പറ്റും. ഇതൊക്കെ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. ചോദിച്ചു കഴിഞ്ഞാൽ റാങ്ക് മേക്കിംഗ് ആവുന്ന ക്വസ്റ്റ്യൻസുകളാണ്. സെറ്റ് അല്ലേടാ? അടുത്തിലേക്ക് പോകാം മക്കളെ. നോക്കിക്കേടാ, അടുത്ത മക്കളേതാ? നിങ്ങൾക്ക് അറിയാവുന്ന ചോദ്യമാണ്, എന്നാൽ കുറച്ച് ചിന്തിക്കേണ്ട ചോദ്യമാണ് മക്കളെ. നോക്കിക്കേടാ, വാട്ട് ട്രാവൽ ഫാസ്റ്റർ? ആരാണ് ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്നത്? അതൊരു റേഡിയോ സിഗ്നൽ ആണോ അല്ലെങ്കിൽ സൗണ്ട് ഇൻ എയർ ആണോ? മക്കളെ, വായുവിലൂടെ പോകുന്ന ശബ്ദമാണോ അല്ലെങ്കിൽ റേഡിയോ സിഗ്നലാണോ ഏറ്റവും കൂടുതൽ വേഗത എന്ന് പരീക്ഷയ്ക്ക് ഒരു ചോദ്യം ഉണ്ടാകും. എൻ്റെ കുട്ടികൾ എന്ത് എഴുതുമടാ? അല്ലേ? അപ്പൊ മക്കളെ മനസ്സിലാക്കടാ മക്കളെ, സൗണ്ട് ഇൻ എയർ, സൗണ്ട് ഇൻ എയർ, വായുവിലൂടെയുള്ള ശബ്ദവേഗത എന്ന് പറയുന്നത് മക്കളെ എത്രയാടാ? അത് 340 ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. 340 മീറ്റർ പെർ സെക്കൻഡ്. എന്തായാലും മക്കളെ 340 മീറ്റർ പെർ സെക്കൻഡ്. ക്ലിയർ അല്ലേ അല്ലേടാ? അപ്പൊ ദാ നോക്കിക്കേ മക്കളെ, എന്താടാ? എന്നാൽ മക്കളെ ഈ റേഡിയോ സിഗ്നൽ ഉണ്ടല്ലോടാ, ഈ റേഡിയോ സിഗ്നൽ മക്കളെതാ, ഈ റേഡിയോ സിഗ്നലിന്റെ വേഗത എന്ന് പറയുന്നത് മക്കളെ എല്ലാ ഇലക്ട്രോ മാഗ്നറ്റിക് വേവുകളും സഞ്ചരിക്കുന്ന വേഗത എന്ന് പറയുന്നത് മക്കളെ നോക്കിക്കേടാ 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഒരു സെക്കൻഡിൽ 3 ലക്ഷം എന്താ മക്കളെ കിലോമീറ്റർ സഞ്ചരിക്കുന്നതാണ് റേഡിയോ സിഗ്നൽ. അതേസമയം ശബ്ദമാണെങ്കിൽ മക്കളെ ഒരു സെക്കൻഡിൽ 340 മീറ്ററേ സഞ്ചരിക്കത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ എൻ്റെ കുട്ടികൾ പറഞ്ഞേ, റേഡിയോ സിഗ്നലിനാണോ വേഗത കൂടുതൽ അതോ സൗണ്ട് ഇൻ എയറിനാണോ മക്കളെ വായുവിലുള്ള ശബ്ദത്തിനാണോ വേഗത കൂടുതൽ? ഏതിനാടാ സാറേ? അതെന്താ മക്കളെ? റേഡിയോ സിഗ്നലിനാണ് വേഗത കൂടുതൽ. കാരണം റേഡിയോ സിഗ്നലിന്റെ വേഗത 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് അല്ലേ സാറേ? മക്കളെ കറക്റ്റ് ആടാ, സെറ്റ് ആണല്ലോ. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ ഇതൊക്കെയാണ് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ലെവൽ കയറി ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ. മക്കളെ ഒരുപാട് ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് വിത്തിൻ മക്കളെ 2 മിനിറ്റ്സ് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഒരുപാട് ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ഞാൻ എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മക്കളെ നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് കയറി ഒന്ന് കണ്ടാൽ മാത്രം മതി. ജസ്റ്റ് നിങ്ങൾ ഒരു 2 മിനിറ്റ് നിങ്ങൾക്ക് സമയമില്ലേ മക്കളെ? നിങ്ങൾ ജസ്റ്റ് കയറി ഒന്ന് കാണുക, ആ ഒരു കോൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കി എടുക്കുക. ഓക്കെ അല്ലേടാ? സെറ്റ് അല്ലേ മക്കളെ? അടുത്തിലേക്ക് പോവാൻ മക്കളെ. നോക്കിക്കേടാ, സം സ്റ്റേറ്റ്മെന്റ്സ് ആർ ഗിവൺ അബൌട്ട് ലെൻസസ്. അപ്പൊ ഏതോ ഒരു ലെൻസുമായി ബന്ധപ്പെട്ട് കുറച്ച് സ്റ്റേറ്റ്മെന്റ് മക്കളെതാ ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് വൈസ് ചോദ്യം വന്നു കഴിഞ്ഞാൽ എൻ്റെ മക്കൾ ചെയ്യേണ്ട കാര്യം എന്താ മക്കളെ പറഞ്ഞേക്കുന്നത്? ലെൻസുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് തന്നേക്കുന്നത്. അപ്പൊ ഏത് ലെൻസ് എന്ന് നോക്കണം മക്കളെ. ഏതാടാ? കോൺവെക്സ് ലെൻസുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ് തന്നേക്കുന്നതിൽ കോൺവെക്സ് ലെൻസുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ് എന്തോ ആണ് ചെയ്യേണ്ടത്. നോക്കാം മക്കളെ. നോക്കിക്കേടാ, ശരി. അപ്പം കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് കോൺവെക്സ് ലെൻസ് മക്കളെ നോക്കിക്കേടാ, ഓൾവേസ് പ്രൊഡ്യൂസസ് വിർച്വൽ ഇമേജ്. എപ്പോഴും മിഥ്യാപ്രതിബിംബമാണ് ഉണ്ടാകുന്നത്. ശരിയോ തെറ്റോ? തെറ്റാ മക്കളെ. കോൺവെക്സ് ലെൻസ് ആണെങ്കിൽ അവിടെ 2 ഇമേജുകൾ ഉണ്ടാക്കുന്നുണ്ട്. റിയൽ ഇമേജ് അല്ലെങ്കിൽ യഥാർത്ഥ പ്രതിബിംബം ഉണ്ടാക്കുന്നുണ്ട്, മിഥ്യാപ്രതിബിംബം ഉണ്ടാക്കുന്നു. മക്കളെ സെറ്റ് അല്ലേടാ? ഓക്കെ മക്കളെ? അപ്പൊ അത് തെറ്റാണ്. പ്രൊഡ്യൂസസ് റിയൽ ഇമേജ്, കറക്റ്റാ, ഇത് കറക്റ്റ് ആണ്. യഥാർത്ഥ പ്രതിബിംബം ഉണ്ടാക്കും. ഏത് മക്കളെ? കോൺവെക്സ്. ഓക്കെ അല്ലേടാ? ദ പവർ വിൽ ബി നെഗറ്റീവ്, അത് തെറ്റാ മക്കളെ. നെഗറ്റീവ് പവർ വരുന്നുവെങ്കിൽ അത് കോൺകേവ് ആണ്. നെഗറ്റീവ് പവർ വരുന്നുവെങ്കിൽ അത് കോൺകേവ് ആണ് കേട്ടോ മക്കളെ. പഠിച്ചു വെക്കണേടാ. മാഗ്നിഫിക്കേഷൻ വിൽ ബി നെഗറ്റീവ്. യെസ്, ഇത് കോൺവെക്സ് ആണ്. മാഗ്നിഫിക്കേഷൻ മക്കളെ നെഗറ്റീവ് ആവണമെങ്കിൽ അവൻ കോൺവെക്സ് ലെൻസ് ആണ്. ആവർത്തനം നെഗറ്റീവ് ആകണമെങ്കിൽ അവൻ കോൺവെക്സ് ലെൻസ് ആണ്. പഠിച്ചു വെക്കും മക്കളെ. അപ്പൊ റിയൽ ഇമേജ് ഉണ്ടാക്കുന്ന ലെൻസ് ഏത് ലെൻസ് ആയിരിക്കും മക്കളെ? കോൺവെക്സ് ലെൻസ്. മാഗ്നിഫിക്കേഷൻ അല്ലെങ്കിൽ ആവർത്തനം നെഗറ്റീവ് ആണെങ്കിൽ ഏത് ലെൻസ് മക്കളെ? കോൺവെക്സ് ലെൻസ്. സെറ്റ് അല്ലേടാ? ഓക്കെ അല്ലേ മക്കളെ? എളുപ്പമല്ലേ? സെറ്റാണ്. അടുത്തിലേക്ക് പോവാം മക്കളെ. നോക്കിക്കടാ, ഇതൊക്കെ എന്റെ കുട്ടികൾക്ക് അറിയാം. സെറ്റായി മക്കളെ. അടുത്ത് നോക്കടാ, വിച്ച് ഈസ് കറക്റ്റ് അബൌട്ട് എ വേവ് മൂവിംഗ് വിത്ത് കോൺസ്റ്റന്റ് വെലോസിറ്റി. മക്കളെ ഒരേ വേഗതയിൽ പോകുന്ന വേവിനുമായി ബന്ധപ്പെട്ട് തരംഗവുമായി ബന്ധപ്പെട്ട് ഇതിൽ ഏതാണ് ശരി? ഡയറക്റ്റ് ഉത്തരം ഫ്രീക്വൻസി കുറഞ്ഞാൽ വേവ് ലെങ്ത് കൂടും കേട്ടോ മക്കളെ.
കേട്ടോ. ഫ്രീക്വൻസി കുറഞ്ഞു കഴിഞ്ഞാൽ വേവ് ലെങ്ത് കൂടും. പഠിച്ചിരിക്കുന്ന മക്കളെ, തരംഗ ദൈർഘ്യം കൂടുമ്പോൾ ആവൃത്തി കുറയുന്നു. ഇതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. സെറ്റ് അല്ലേടാ? അപ്പൊ ഒരേ വേഗത്തിൽ സഞ്ചരിക്കുന്ന തരംഗവുമായി ബന്ധപ്പെട്ട്, വേവുമായി ബന്ധപ്പെട്ട് ശരിയായ സ്റ്റേറ്റ്മെന്റ് ഏതാന്ന് വെച്ചാൽ എന്റെ കുട്ടികൾ പറയേണ്ടത് ഫ്രീക്വൻസി കൂടുമ്പോൾ വേവ് ലെങ്ത് എന്ത് ചെയ്യുന്ന മക്കളെ? കുറയുന്നു. ആവൃത്തി കൂടുമ്പോൾ തരംഗ ദൈർഘ്യം എന്ത് ചെയ്യുന്ന മക്കളെ? കുറയുന്നു. വേണമെങ്കിൽ തിരിച്ചും ചോദിക്കാം, അപ്പുറം അപ്പുറം മാറ്റി മാറ്റി, ഒന്ന് കൂടുമ്പോൾ ഒന്ന് കുറഞ്ഞാൽ മതി. സെറ്റ് അല്ലേടാ? ഏത് ഇക്വേഷൻ മക്കളേതാ? V = F ലാംഡ. V = F ലാംഡ. V എന്ന് പറയുന്നത് സ്ഥിരമാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ 10 എന്ന് പറയുന്ന നമ്പർ മക്കളെ, 10 കിട്ടണമെങ്കിൽ ഏതൊക്കെ നമ്പർ എടുക്കാടാ? ഒന്നുകിൽ 1 × 10, അല്ലെങ്കിൽ 10 × 1, അല്ലെങ്കിൽ 5 × 2, അല്ലെങ്കിൽ 2 × 5. അതായത് മക്കളെ അതിനടുത്തൊന്നും ഒന്നുകിൽ ഒരുത്തൻ വലിയവനായിരിക്കും, അല്ലെങ്കിൽ ഒരുത്തൻ ചെറിയവനായിരിക്കും. കേട്ടോ മക്കളെ? അത് മനസ്സിലായില്ലടാ? ഒരുത്തൻ കൂടണം, മറ്റവൻ കുറയണം. ഒരുത്തൻ കൂടണം, മറ്റവൻ കുറയണം. എന്ത് കോൺസ്റ്റന്റ് ആണെങ്കിൽ, വെലോസിറ്റി അല്ലെങ്കിൽ പ്രവേഗം സ്ഥിരമാണെങ്കിൽ. സെറ്റ് അല്ലേ മക്കളെ? ഓക്കെ അല്ലേടാ? ജസ്റ്റ് മക്കളെ നിങ്ങൾ ഇത് കേൾക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് റഫ് ആയിട്ട് ഓക്കെ, വെലോസിറ്റി കോൺസ്റ്റന്റ് ആണെങ്കിൽ ഫ്രീക്വൻസി കൂടും വരുന്നത്, അങ്ങനെ എഴുതി പോകളെ. നിങ്ങൾ ജസ്റ്റ് ക്ലാസ് എന്ത് ചെയ്തു ഇങ്ങനെ പഠിക്കാനായിട്ട് ഇരിക്കാതെ നിങ്ങൾ കേൾക്കുന്ന ഉടനെ SSS ഇങ്ങനെ എഴുതി അങ്ങ് പോയി കഴിഞ്ഞാൽ എൻ്റെ കുട്ടികൾ സെറ്റ് ആവും. ഓക്കെ അല്ലേടാ? സെറ്റ് ആണല്ലേ മക്കളെ? നോക്കിക്കേ, അടുത്തെന്താ മക്കളേതാ? ഒരു കോൺകേവ് ലെൻസുമായി ബന്ധപ്പെട്ടുള്ള ഫിഗർ ആണ് തന്നേക്കുന്നത്. അതിൽ ഏതാണ് ശരി എന്നാണ് ചോദ്യം. മക്കളുടെ ഡയറക്റ്റ് ഉത്തരത്തിലേക്ക് ഇതാണ് ശരി. എടാ മക്കളെ, കോൺകേവ് ലെൻസ് ആണെങ്കിൽ ഇതാണ്. നോക്കി മക്കളെ, ഇങ്ങോട്ട് വരയ്ക്കാം. ഒരു പുതിയ പേജ് എടുക്കാം. ഇതാണ് കോൺകേവ് ലെൻസ് എന്ന് വെച്ചോ. മക്കളെ നോക്കിക്കേടാ, ഒരു ലൈറ്റ് മക്കളെ കോൺകേവ് ലെൻസിന് പാരലായി പോയി കഴിഞ്ഞാൽ അകന്നു പോകണം. കോൺകേവ് ലെൻസിന് നേരെ പോയി പ്രകാശം വീണ് കഴിഞ്ഞാൽ അകന്നു പോകണം. അതാണ് ലെൻസിന്റെ പ്രോപ്പർട്ടി. പക്ഷെ അത് എവിടെ നിന്ന് വരുന്നതായി തോന്നണം മക്കളെ? നോക്കിക്കേടാ, ഈ ഡോട്ട് Fൽ നിന്ന് വരുന്നതായി തോന്നണം മക്കളെ. അപ്പൊ ഇതാണ് ശരിയായിട്ടുള്ള ഉത്തരം കേട്ടോ. ഓക്കെ അല്ലേ? അങ്ങനെ ഓപ്ഷൻ D ആണ് ശരിയായിട്ടുള്ള ഉത്തരം മക്കളെ. സെറ്റ് അല്ലേടാ? അടുത്ത് നോക്കാം മക്കളെ. നോക്കിക്കേടാ, യെസ്. ഡീവിയേഷൻ മക്കളെ ഒന്നുമില്ല. ഇവിടെ പറഞ്ഞേക്കുന്ന കാര്യം ഈ ഒരു പ്രകാശരശ്മി മക്കളെ ഇവിടെ എത്തിയപ്പോൾ നേരെ പോകേണ്ടിയിരുന്നവൻ വഴിമാറിപ്പോയി. അതിന് കാരണമാരാ? 2 കാരണങ്ങളുണ്ട്. ഒന്ന്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അല്ലെങ്കിൽ അപവർത്തനാങ്കം. അടുത്തത് വേവ് ലെങ്ത്. മലയാളത്തിൽ എന്ത് പറയും മക്കളെ? തരംഗ ദൈർഘ്യം. സെറ്റ് അല്ലേടാ? അപ്പൊ മക്കളെതാ, ഈ ഡീവിയേഷന് കാരണം, ഈ വഴിമാറിപ്പോകുന്നതിന് കാരണം, ഈ വ്യതിയാനത്തിന് കാരണം 2 ഫാക്ടർ ആണ്, 2 ഘടകങ്ങളാണ്. ഏതൊക്കെ മക്കളെ? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അല്ലെങ്കിൽ മലയാളത്തിൽ അപവർത്തനം എന്ന് പറയും, അപവർത്തനാങ്കം എന്ന് പറയും മക്കളെ. അടുത്തെന്താണ്? വേവ് ലെങ്ത് അല്ലെങ്കിൽ തരംഗ ദൈർഘ്യം എന്ന് പറയും. ഇവര് രണ്ടും മാറുന്നതിനനുസരിച്ച് മക്കളെ വ്യതിയാനം കൂടുകയും കുറയുകയും ചെയ്യും. ഡീവിയേഷൻ കൂടുകയും കുറയുകയും ചെയ്യും. സെറ്റ് അല്ലേടാ? ഓക്കെ അല്ലേ മക്കളെ? അടുത്തിലേക്ക് പോവാടാ. മക്കളെ, ഒരു ഡോക്ടർ ഒരു പ്രിസ്ക്രിപ്ഷൻ കൊടുത്തു. ആ പ്രിസ്ക്രിപ്ഷനിൽ, ആ കുറിപ്പില് +1.00D എന്ന് കൊടുത്തേക്കുന്നു. അങ്ങനെയാണെങ്കിൽ മക്കളെ, വാട്ട് ഈസ് ഇൻഡിക്കേറ്റഡ് ഇൻ ദ പ്രിസ്ക്രിപ്ഷൻ? അതായത് മക്കളെ, ഈ കാണിച്ചേക്കുന്ന എന്താടാ മക്കളെ? ഫിസിക്സില് ലെൻസുമായി ബന്ധപ്പെട്ട പാഠത്തില് ഏതെങ്കിലും ഒരു നമ്പറിന്റെ കൂടെ ക്യാപിറ്റൽ ലെറ്റർ D വന്നു കഴിഞ്ഞാൽ മക്കളെ തന്നേക്കുന്നത് പവർ ആണടാ. പഠിച്ചു വെക്ക്. ഏതെങ്കിലും ഒരു നമ്പറിന്റെ കൂടെ ക്യാപിറ്റൽ ലെറ്റർ D വന്നു കഴിഞ്ഞാൽ തന്നേക്കുന്നത് പവർ ആണ്. അത് പോസിറ്റീവ് ആണെങ്കിൽ കോൺവെക്സ് ലെൻസും നെഗറ്റീവ് ആണെങ്കിൽ കോൺകേവ് ലെൻസും ആണെന്ന് പഠിച്ചു വെക്കണം മക്കളെ. സെറ്റ് അല്ലേടാ? ഓക്കെ അല്ലേ മക്കളെ? ഒന്നുകൂടെ പറഞ്ഞുതരാം. പോസിറ്റീവ് ആണെങ്കിൽ അവൻ കോൺവെക്സ് ലെൻസ് ആയിരിക്കും. മക്കളെ. നെഗറ്റീവ് ആണെങ്കിൽ അവൻ എന്തായിരിക്കും മക്കളെ? കോൺകേവ് ലെൻസ് ആണ്. D എന്ന് വെച്ചാൽ ഡയോപ്റ്റർ. ലെൻസിന്റെ പവറിന്റെ യൂണിറ്റ് വെച്ച് കഴിഞ്ഞാൽ എന്റെ കുട്ടികൾ പറയേണ്ടത് സാറേ അത് ഡയോപ്റ്റർ ആണ് മക്കളെ. ഡയോപ്റ്റർ ആണ് കേട്ടോ, ഡയോപ്റ്റർ. ക്ലിയർ അല്ലേടാ മക്കളെ? അപ്പൊ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. ലെൻസിന്റെ പവറിന്റെ യൂണിറ്റ് ഡയോപ്റ്റർ D എന്ന് സൂചിപ്പിക്കുന്നു മക്കളെ. പ്ലസ് ആണെങ്കിൽ കോൺവെക്സ് ലെൻസ്. പവർ പ്ലസ് ആണെങ്കിൽ കോൺവെക്സ്, പവർ നെഗറ്റീവ് ആണെങ്കിൽ കോൺകേവ് ലെൻസ്. സെറ്റ് അല്ലേടാ? പക്ക. ഓക്കെ മക്കളെ? ശരി, ഓക്കേടാ. ശരി, എന്തെങ്കിലും മക്കളെ? യെസ്, കോൺവെക്സ് ലെൻസ് ആണ്. അതൊക്കെ ഓക്കെ ആണ് മക്കളെ. ഉത്തരം എഴുതിക്കാം കേട്ടോ, നോട്ട്. കോൺവെക്സ് ലെൻസ് കേട്ടോ. ഓക്കെ അല്ലേ മക്കളെ? ഇനിതാ
ഫസ്റ്റ് ചാപ്റ്ററിലെ ചോദ്യം. ഒരു കണക്കാ, സിമ്പിളാ. നോക്കിക്കോളെ, ഒരു ന്യൂമറിക്കൽ സെക്ഷൻ വന്നു കഴിഞ്ഞാൽ മക്കളെ, ഒരു കണക്ക് ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം മക്കളെ നോക്കിക്കേ, ആദ്യമേ 40 seconds ടൈം ആണ്, ടി ആണ്. എന്റെ കുട്ടികൾക്ക് അറിയാം 10 oscillation മക്കളെ. 10 oscillation, ഇത്രയും കാര്യങ്ങൾ എന്താ ചോദിക്കുന്നത് മക്കളെ? വാട്ട് വിൽ ബി ഇറ്റ്സ് പീരീഡ്? പീരീഡ് കണ്ടുപിടിക്കണം. പീരീഡ് എന്ന് വെച്ചാൽ ടി കണ്ടുപിടിക്കണം മക്കളെ. ടി കണ്ടുപിടിക്കാൻ മക്കളെ ഇതറിയാലോ എൻ്റെ കുട്ടികൾക്ക്, T/N. ക്ലിയർ അല്ലേ മക്കളെ? ടി കണ്ടുപിടിക്കാൻ മക്കളെ ചെറിയ ടി ബൈ ചെറിയ എൻ, ചെറിയ ടി ബൈ ചെറിയ എൻ. മക്കളെ സെറ്റ് അല്ലേടാ? ഓക്കെ അല്ലേ മക്കളെ? നോക്കിക്കേടാ, ടൈം എത്ര മക്കളെ? 40. എങ്ങനെ മനസ്സിലായി? സാറേ ഏത് നമ്പറിന്റെ കൂടെ എസ് വന്നു, സെക്കൻഡ് വന്നു, അതുകൊണ്ട് ഞാൻ എന്ത് മനസ്സിലാക്കി? അത് ടൈം ആണെന്ന് മനസ്സിലാക്കി മക്കളെ. 40 കൊടുത്തറാ. മക്കളെ എൻ എത്രയാടാ? 10. ഓക്കെ അല്ലേ മക്കളെ? സെറ്റ് അല്ലേടാ? സെറ്റ്. 0 കട്ട് ചെയ്യുന്നു മക്കളെ. 4 സെക്കൻഡ്. 4 സെക്കൻഡ്. അതായത് മക്കളെ ടൈം പീരീഡ് എത്രയാണ്? 4 സെക്കൻഡ് ആണ്. പീരീഡ് എത്ര മക്കളെ? 4 സെക്കൻഡ്. എങ്ങനെ കണ്ടുപിടിച്ചോളെ? വലിയ ടി ഈക്വൽ ടു ചെറിയ ടി ബൈ എൻ, വലിയ ടി ഈക്വൽ ടു ചെറിയ ടി ബൈ എൻ. മക്കളെ സെറ്റ് അല്ലേടാ? ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ അത് ക്ലിയർ ആണല്ലോ. 40/10 എന്ന് പറയുന്നത് 4 സെക്കൻഡ് ആണ്. മക്കളെ അടുത്ത് നോക്കിയടാ, ഹൗ മച്ച് വിൽ ബി ദ ഫ്രീക്വൻസി ഓഫ് അനദർ പെൻഡുലം വിച്ച് ഈസ് റെസൊണൻസ് എന്ന വാക്ക് കേട്ട് കഴിഞ്ഞാൽ, റെസൊണൻസ് എന്ന വാക്ക് കേട്ട് കഴിഞ്ഞാൽ മക്കളെ എവന്റെ ഫ്രീക്വൻസി എന്താണോ, എവന്റെ ആവൃത്തി എന്താണോ അത് തന്നെ ആയിരിക്കും എവനും. റെസൊണൻസ് മക്കളെ നോക്കിക്കടാ, ഈ പെൻഡുലവുമായി അനുനാദത്തിലാകുന്ന മറ്റൊരു പെൻഡുലത്തിന്റെ ആവൃത്തി എത്രയായിരിക്കും. അപ്പൊ ഈ എവന്റെ ഫ്രീക്വൻസി കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും മക്കളെ? എവന്റെ ഫ്രീക്വൻസി അറിയാൻ പറ്റും. ക്ലിയർ അല്ലേടാ? ഓക്കെ അല്ലേ മക്കളെ? ഒറ്റ കാര്യങ്ങൾ മനസ്സിലാക്കുക, എവന്റെ ഫ്രീക്വൻസി കണ്ടുപിടിക്കണം. ഇക്വേഷൻ എന്താ? എഫ് ഈക്വൽ ടു 1/t, 1/4. 1/4 ഈക്വൽ ടു മക്കളെ 0.25 ആണേടാ. അറിയാമല്ലോ അതൊക്കെ എൻ്റെ കുട്ടികൾക്ക്. അപ്പം എഫ് ഈക്വൽ ടു മക്കളൊന്ന് ചെയ്തു തരാടാ. അയ്യോ എടാ മക്കളെതാ, ഇവിടെ ടി എന്ന് പറയുന്നത് 40 സെക്കൻഡ് ആയിരുന്നു. എൻ എന്ന് പറയുന്നത് 10 ഓസിലേഷൻ ആയിരുന്നു. പീരീഡാണ് കണ്ടുപിടിക്കേണ്ടത് മക്കളെ. അപ്പോൾ എന്ത് ചെയ്യൂടാ? T/N ആണെന്ന് അറിയാം. ടി എത്ര മക്കളെ? 40/10 ആണ്. ഈക്വൽ ടു എത്ര മക്കളെ? 4 സെക്കൻഡ് ആണെന്ന് കിട്ടി. ഇത്രയും കാര്യങ്ങൾ എൻ്റെ കുട്ടികൾക്ക് സെറ്റാണ്. ഓക്കെ അല്ലേ? ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്? ഈ പെൻഡുലവുമായി റെസൊണൻസിൽ അല്ലെങ്കിൽ അനുനാദത്തിലിരിക്കുന്ന മറ്റൊരു പെൻഡുലത്തിന്റെ ആവൃത്തി അല്ലെങ്കിൽ ഫ്രീക്വൻസി എത്രയാണ്? ചോദ്യം മനസ്സിലാക്കും മക്കളെ. ഈ പെൻഡുലവുമായി, ഈ തന്നേക്കുന്ന പെൻഡുലവുമായി മറ്റൊരു പെൻഡുലം റെസൊണൻസ് അല്ലെങ്കിൽ അനുനാദത്തിൽ വരുന്നു എങ്കിൽ അവന്റെ ഫ്രീക്വൻസി അല്ലെങ്കിൽ ആവൃത്തി കണ്ടുപിടിക്കും മക്കളെ. ഇപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നടാ, ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യും മക്കളെ? എഫ് ഈക്വൽ ടു 1/t. ടി എന്ന് പറയുന്നത് 1/4 ടിക്ക് പകരം 1/4. 1/4 എന്ന് വെച്ചാൽ 0.25 ഹെഡ്സ് ആണെടാ മക്കളെ. ഇവിടെ എന്താണോ ഫ്രീക്വൻസി, കിട്ടിയ ആവൃത്തി എത്രയാണോ അത് തന്നെ ആയിരിക്കും മറ്റവനും. റെസൊണൻസ് ഉണ്ടെങ്കിൽ അങ്ങനെ വരും, അനുനാദം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യും. ക്ലിയർ അല്ലേ മക്കളെ? ഓക്കെ അല്ലേടാ? സെറ്റ് അല്ലേ മക്കളെ? ഓക്കെ ആണ്. അപ്പൊ അടുത്തിലേക്ക് പോകാം മക്കളെ. നോക്കിയടാ, എന്താ മക്കളെ ചോദ്യം ഒന്ന് വായിച്ചു നോക്കിക്കുക എല്ലാവരും. ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തേ. 1 മാർക്കിനോ 2 മാർക്കിനോ നിങ്ങൾ ചോദ്യ പേപ്പറിലേക്ക് കടന്നു വരാൻ കഴിയുന്ന നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് ഏതെന്ന് പറയുന്നത് ഇത് മക്കളെടാ. ഭൂമികുലുക്കം ഉണ്ടാകുമ്പോഴോ സുനാമികൾ ഉണ്ടാകുമ്പോഴോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഉണ്ടാകുമ്പോൾ മക്കളെ, ഭൂമിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുവെങ്കിൽ അവിടെ ഒരു വേവ് ഉണ്ടാകും, ഒരു തരംഗം ഉണ്ടാകും. ആ തരംഗത്തിനെ അല്ലെങ്കിൽ ആ വേവിനെ വിളിക്കുന്ന പേര് സീസ്മിക് തരംഗം. തരും മക്കളെ, സീസ്മിക് വേവ്. നോക്കിക്കേടാ, നോക്കിക്കേ മക്കളെ. വാട്ട് ഈസ് ദ നെയിം ഗിവൺ ടു ദ വേവ്? പറ സീസ്മിക് വേവ്. സീസ്മിക് വേവ്, സീസ്മിക് തരംഗം. കേട്ടോ മക്കളെ? ഓക്കെ അല്ലേടാ? സെറ്റ് അല്ലേ? പിന്നെ മക്കളെ, എർത്ത് കേക്ക് ഉണ്ടാകുമ്പോൾ, ഭൂമികുലുക്കം ഉണ്ടാകുമ്പോൾ അത് ഇന്റൻസിറ്റി കൂടുതലാണോ കുറവാണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു സ്കെയിൽ ഉപയോഗിക്കുന്നുണ്ട് മക്കളെ. ആ സ്കെയിലിന്റെ പേര് റിക്ടർ സ്കെയിൽ കേട്ടോ. എന്തായിരിക്കും മക്കളെ? റിക്ടർ സ്കെയിൽ കേട്ടോ, റിക്ടർ സ്കെയിലേ. അപ്പൊ ആ കാര്യങ്ങളൊക്കെ നോക്കി വെച്ചേക്കണം മക്കളെ. ഇതൊക്കെ സിമ്പിൾ ആടാ. ഭൂമികുലുക്കമോ അഗ്നിപർവ്വത സ്ഫോടനമോ സുനാമിയോ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന തരംഗം അല്ലെങ്കിൽ വേവ് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ കുട്ടികൾ എന്ത് പറയണം? അത് സീസ്മിക് വേവ് ആണ് സാറേ, സീസ്മിക് തരംഗമാണെന്ന് പറയണം. അപ്പൊ എർത്തുകൾക്ക് ഉണ്ടാകുമ്പോൾ മക്കളെ ആ ഇന്റൻസിറ്റി മനസ്സിലാക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ആ ഏതാ മക്കളെ, ഏതാ ഉപയോഗിക്കേണ്ടത്? അത് റിക്ടർ സ്കെയിൽ ആയിരിക്കും. എന്തായിരിക്കും അത്? റിക്ടർ സ്കെയിൽ ആയിരിക്കും. സെറ്റ്. ഓക്കെ, അടുത്തിലേക്ക് പോകാൻ മക്കളെ. നോക്കിക്കടാ, നല്ലൊരു ചോദ്യമാണ് കേട്ടോ മക്കളെ. ആദ്യമേ തന്നെ മക്കളെ ഇങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ, ഒരു കണക്ക് ചോദ്യം വരുമ്പോൾ എൻ്റെ കുട്ടികൾ ചെയ്യേണ്ട കാര്യം, ആ തന്നേക്കുന്ന നമ്പറിന്റെ അവിടെ ഒന്ന് അണ്ടർലൈൻ ചെയ്യണം. തന്നേക്കുന്ന നമ്പറിന്റെ അവിടെ ഒന്ന് അണ്ടർലൈൻ ചെയ്യണം മക്കളെ. നോക്കിക്കടാ, സോണാർ സിഗ്നൽ യൂസ് ചെയ്യണം. അതൊക്കെ എൻ്റെ കുട്ടികൾക്ക് അറിയാം. 0.5 സെക്കൻഡ്, 1500 മീറ്റർ പെർ സെക്കൻഡ്.
സൗണ്ട് മക്കളെ അല്ലെ സ്പീഡ് തന്നിട്ടുണ്ട് അല്ലെങ്കിൽ മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ സ്പീഡാണെന്ന് അറിയാമല്ലോ എൻ്റെ കുട്ടികൾക്ക്. അറിയാത്ത കുട്ടികൾ പഠിച്ചു പോകളെ ഏതെങ്കിലും ഒരു നമ്പറിന്റെ കൂടെ മീറ്റർ പെർ സെക്കൻഡ് വന്നു കഴിഞ്ഞാൽ അത് സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റി അല്ലെങ്കിൽ പ്രവേഗമാണെന്ന് പഠിച്ചു വെക്കണം. സെറ്റ് അല്ലേ മക്കളെ? ഇനി നമുക്ക് കണക്ക് ചെയ്യാടാ. ദാ സമയമുണ്ട്. ടി എന്ന് പറയുന്നത് 0.5 സെക്കൻഡ് ആണ്. സ്പീഡ് എന്ന് വെച്ചാൽ വി എന്ന് പറയുന്ന മക്കളെ എത്രയാടാ? 1500 മീറ്റർ പെർ സെക്കൻഡ് ആണ് അല്ലേ മക്കളെ? കടലിൽ മുങ്ങിയിരിക്കുന്ന ഒരു സ്ക്യൂബ ഡൈവർ പുറപ്പെടുവിച്ച സോണാർ സിഗ്നൽ 0.5 സെക്കൻഡിന് ശേഷം പ്രതിപദിച്ച അദ്ദേഹത്തിന് വീണ്ടും കേൾക്കാൻ കഴിഞ്ഞു. അപ്പൊ എന്താ മക്കളെ ചോദ്യം? എന്താടാ ചോദ്യം? എന്താ മക്കളെ നോക്കിയടാ? ഓക്കെ. സ്ക്യൂബ ഡൈവറിൽ നിന്നും എത്ര അകലെ ആയിരിക്കും ആ ഒരു വസ്തു? മക്കളെ ഞാനൊരു സൗണ്ട് ഉണ്ടാക്കിയടാ. ഞാൻ കടലിനടിയില. ആ സൗണ്ട് ഉണ്ടാക്കി. ആ സൗണ്ട് ഇങ്ങനെ സഞ്ചരിച്ച് മുകളിലോട്ട് പോയി എന്തോ ഒന്നിൽ തട്ടി തിരിച്ചു വന്നു. ആ സമയം എന്ന് പറയുന്നത് 0.5 സെക്കൻഡ് ആണ്. അതാണ് ഈ പറഞ്ഞേക്കുന്നത്. ക്ലിയർ അല്ലേ? ആ പോയ വേഗത എന്ന് പറയുന്നത് 1500 മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഞാനും ആ മകളെ സൗണ്ട് പോയി തട്ടിയ ഒരു സ്ഥലം ഉണ്ടല്ലോടാ, ആ തട്ടിയ സ്ഥലവും തമ്മിലുള്ള ദൂരം, ഡിസ്റ്റൻസ് ആണ് ചോദിക്കുന്നത്. ക്ലിയർ അല്ലേ മക്കളെ? നോക്കിക്കേടാ, ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ മക്കളെ ഡി കണ്ടുപിടിക്കാൻ പഠിച്ചു വെക്കും മക്കളെ. വി ഇൻറ്റു ടി ബൈ 2. വി ഇൻറ്റു ടി ബൈ 2. മക്കളെ വി എത്രയാടാ? 1500 ഇൻറ്റു 0.5 ബൈ 2. എന്ത് ചെയ്യും മക്കളെ? എന്ത് ചെയ്യാടാ? ഇവന്റെ പോയിന്റ് അങ്ങ് മാറ്റാം മക്കളെ. ശ്രദ്ധിക്കടാ, ഇങ്ങോട്ട് നോക്കളെ. 0.5 മക്കളെ. പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര നമ്പരാണ് കിടക്കുന്നത്? ഒരു നമ്പർ അല്ലേ ഇട കിടക്കുന്നത്? പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു നമ്പറാണ് കിടക്കുന്നത് മക്കളെ. അപ്പം ഒരു നമ്പർ കിടക്കുന്നു, പോയിന്റ് കഴിഞ്ഞ് ഒരു നമ്പർ കിടക്കുന്നു. അപ്പൊ ആ പോയിന്റിന് മാറ്റാൻ എനിക്ക് ഒരു 0 കൊണ്ടുവന്നാൽ മതി. അങ്ങനെയാണെങ്കിൽ സാറേ ഡൗട്ട് ഉണ്ടോ? മനസ്സിലായില്ല മക്കളെ. പോയിന്റ് കഴിഞ്ഞാൽ എത്ര നമ്പർ മക്കളെ? 2 നമ്പറുണ്ട്. അപ്പൊ ആ പോയിന്റിന് മാറ്റാൻ എനിക്ക് 2 0 വേണം. മനസ്സിലായോ? ഒന്ന് പറഞ്ഞുതരാം മക്കളെ. 0.573. സാറേ ഇത് എനിക്ക് അറിയില്ല സാറേ. പോയിന്റ് കഴിഞ്ഞിട്ട് 3 സ്ഥാനമുണ്ട്. അപ്പൊ 3 0 മക്കളെ. അപ്പം 3 0 എന്ന നമ്പർ ഏതാടാ? 1000. 2 0 എന്ന നമ്പർ ഏതാ മക്കളെ? 100. ഇവിടെ എത്ര മക്കളെ? 10. സെറ്റ്. ഓക്കെ അല്ലേടാ? എളുപ്പമല്ലേ മക്കളെ? ഞാൻ ഇൻറ്റു 10 ചെയ്യുന്നു. ഇൻറ്റു 10 ചെയ്യുന്നു. നോക്കാം മക്കളെ. ഇനി എന്ത് ചെയ്യും? ഇനി എന്ത് ചെയ്യൂടാ? അത് നമുക്ക് ഒരു കാര്യം ഉണ്ടടാ. താഴെ ഏത് നമ്പറാണോ, മുകളിൽ ഏത് നമ്പറാണോ ചെയ്യുന്നത് ആ നമ്പർ താഴെ വേണം അല്ലേ? അപ്പൊ അതൊരു കൺഫ്യൂഷനിലേക്ക് പോകും മക്കളെ. അല്ലേടാ? അപ്പൊ എന്ത് ചെയ്യാം? നമുക്ക് ഏവൻ ഏതാ? ഇങ്ങനെ എഴുതാം. മക്കളെ. 5/10 എന്ന് എഴുതിക്കൂടെടാ? 5/10 എന്ന് എഴുതിക്കൂടെ? എഴുതാം. മക്കളെ ശ്രദ്ധിക്കടാ. ഈ 0വും കട്ട് ചെയ്യാം. പിന്നെന്താ മക്കളെ? 150 ഇൻറ്റു 5/2. എന്ത് ചെയ്യും മക്കളെ? 150ന്റെ പകുതി എത്രയാടാ? 150ന്റെ പകുതി എത്രയാ മക്കളെ? അത് 75 അല്ലേ മക്കളെ? 75 ഇൻറ്റു 5 ചെയ്യാം. 75 ഇൻറ്റു 5 35. 25 7 35 37. 375. ഉത്തരം മക്കളെ 375 മീറ്റർ. കേട്ടോടാ? ഓക്കെ അല്ലേ മക്കളെ? നിങ്ങൾക്ക് ഡൗട്ട് വരുന്ന ഏരിയ ഞാൻ പറയട്ടെ. ഞാനൊരു കുട്ടിയായിരുന്നപ്പോൾ എനിക്ക് ഡൗട്ട് വന്ന പോർഷൻ തന്നെയാണ് നിങ്ങൾക്കും ഡൗട്ട് വരുന്നത്. സാറേ ഇവിടെ എന്ത് ചെയ്തു മക്കളെ? 0.5നെ എനിക്ക് മക്കളെ 5/10 എന്ന് എഴുതാം. 0.57 മക്കളെ എനിക്ക് മക്കളെ 57/100 എന്ന് എഴുതാം. 0.578നെ എനിക്ക് മക്കളെ 578 എത്ര മക്കളെ? 0 3 0. കണ്ടോ? ക്ലിയർ അല്ലേ? ഇപ്പൊ ഒരു ഐഡിയ കിട്ടിയില്ലേടാ? 0.5 ആയതുകൊണ്ട് സാറ് 5/10 ചെയ്തു. മക്കളെ ഉത്തരം വരുന്നത് 375 മീറ്റർ ആണെന്ന് മനസ്സിലാക്കണം. മക്കളെ സെറ്റ് അല്ലേടാ? ഓക്കെ അല്ലേ മക്കളെ? അടുത്തിലേക്ക് പോകാം മക്കളെ. നോക്കിക്കേടാ. ഷോസ് എ വേവ് പാറ്റേൺ ട്രാവലിംഗ് ത്രൂ എ സ്ലിംഗി വിത്ത് ബോത്ത് എൻഡ്സ് പുൾഡ് ടുഗദർ. മക്കളെ ഇങ്ങനെ വലിക്കുന്നു. ഇത് സ്ലിംഗിയാ. പരീക്ഷണം നിങ്ങൾ സ്കൂളിൽ ചെയ്ത് കാണും. ഇങ്ങനെ സ്ലിംഗി വലിക്കുമ്പോൾ മക്കളെ എന്താണ് ഡിഫറൻസ് നോക്കിയോടാ? വാട്ട് ടൈപ്പ് ഓഫ് വേവ് എന്തായിരിക്കും മക്കളെ? ഇങ്ങനെ വലിക്കുന്ന സമയത്ത് ഇത് എന്ത് വേവ് ആയിരിക്കും മക്കളെ? അത് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആയിരിക്കും. എന്തായിരിക്കും മക്കളെ? അത് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആണ്. മക്കളെ നോക്കിയോടാ. ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് അല്ലെങ്കിൽ മക്കളെ അനുദൈർഘ്യ തരംഗം എന്ന് മനസ്സിലാക്കണം. ഓക്കെ മക്കളെ? ഇതിന്റെ പ്രത്യേകത എന്താ മക്കളെ?
കംപ്രഷൻസും സിയും ആറും ഉണ്ടാകുന്നു. കംപ്രഷൻസും റെയർ ഫ്രാക്ഷൻസും ഉണ്ടാകുന്ന വേവ് ഏതാണെന്ന് എന്റെ കുട്ടികൾക്ക് ചോദ്യം വന്നു കഴിഞ്ഞാൽ പഠിച്ചു വെക്കും മക്കളെ. ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആണ്, അനുദൈർഘ്യ തരംഗമാണെന്ന് മനസ്സിലാക്കി വെക്കണം മക്കളെ. സെറ്റ് അല്ലേടാ? ഇനി എന്താ മക്കളെ നോക്കിക്കേടാ. ഇഫ് 6 കംപ്രഷൻസ് ആൻഡ് 6 റെയർ ഫ്രാക്ഷൻസ്, 6 മക്കളെ ഉച്ചമർദ്ദ മേഖലകളും 6 നീചമർദ്ദ മേഖലകളും ഉണ്ടാകുന്നു എങ്കിൽ ശൃംഖിയിലെ തരംഗത്തിന്റെ ആവൃത്തി എഫ് കണ്ടുപിടിക്കണം. എഫ് ഇക്വേഷൻ എന്താ മക്കളെ പറയടാ? n/t. F = n/t. ഇതൊക്കെ എന്റെ കുട്ടികൾക്ക് അറിയാം മക്കളെ. n എത്രയാടാ മക്കളെ? ഇവിടെ നോക്കിക്കേടാ. 6 ഉച്ചമർദ്ദ മേഖല, 6 നീചമർദ്ദ മേഖല, 6 കംപ്രഷൻ, 6 റെയർ ഫ്രാക്ഷൻ. മക്കളെ അപ്പൊ എത്ര വേവ് ഇടാ? 6 വേവ്. പഠിച്ചു വയ്ക്കളെ. 6 വേവ് 6 എത്ര മക്കളെ സെക്കൻഡ്? 3 ഹെഡ്സ്. സോറി, 3 ഹെഡ്സ്. മക്കളെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോടാ? നിങ്ങൾക്ക് ഡൗട്ട് വരുന്ന ഏരിയ ഞാൻ പറയട്ടെ. സാറേ ഇത് എങ്ങനെ സാർ ഇത് എങ്ങനെ മനസ്സിലായി? മക്കളെടാ, എത്ര കംപ്രഷൻസ് ഉണ്ടോ അല്ലെങ്കിൽ എത്ര റെയർ ഫ്രാക്ഷൻ ഉണ്ടോ. ഫോർ എക്സാമ്പിൾ 4 കംപ്രഷൻ 4 റെയർ ഫ്രാക്ഷൻ, 4 ഉച്ചമർദ്ദ മേഖല 4 നീചമർദ്ദ മേഖല. മക്കളെ അപ്പൊ n എത്രയായിരിക്കും? ഇവിടെ 4 ആയിരിക്കും. മനസ്സിലായി? 10 ഉച്ചമർദ്ദ മേഖല, 10 നീചമർദ്ദ മേഖല, 10 കംപ്രഷൻസ്, 10 റെയർ ഫ്രാക്ഷൻസ്. മക്കളെ എത്രയാടാ? n എത്രയാണ് മക്കളെ? 10. സെറ്റ് അല്ലേ? ഓക്കെ മക്കളെ? ഓക്കെ ആണ് മക്കളെ, അത് സെറ്റാണ്. ഇനി എന്താ മക്കളെ പറഞ്ഞേക്കുന്നത്? ഇത് നിങ്ങൾ 3ാമത്തെ പാഠവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഒരു പ്രിസം എടുത്ത് തലതിരിച്ച് തന്നേക്കുന്നു. നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് നേരെ തിരിച്ച് വരയ്ക്കുക. ഇങ്ങനെ പോകേണ്ടിയിരുന്നവൻ മക്കളെ ഇവിടെ നിന്ന് ഇങ്ങനെ സ്പ്ലിറ്റായി അല്ലേ? മക്കളെ? ഇത് QP. ഇത് റെഡ് ആയിരിക്കും, ഇത് വയലറ്റ് ആയിരിക്കും. ഡീവിയേഷൻ ഏറ്റവും കുറവ്, വ്യതിയാനം ഏറ്റവും കുറവ് സംഭവിക്കുന്നവൻ റെഡ് ആണ്, ചുവപ്പാണ്. പഠിച്ചു വെക്കും. ഉറപ്പാണല്ലോ? അപ്പൊ മക്കളെ ഇവിടെ ഡീവിയേഷൻ അല്ലെങ്കിൽ വ്യതിയാനം ഏറ്റവും കുറവ് സംഭവിക്കുന്നവൻ റെഡ് ആണ്, ചുവപ്പാണ്. ഡീവിയേഷൻ അല്ലെങ്കിൽ വ്യതിയാനം ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത് വയലറ്റ് ആണെന്നും പഠിച്ചു വെക്കണം മക്കളെ. സെറ്റ് അല്ലേടാ? ഓക്കെ അല്ലേ മക്കളെ? ഇത് ജസ്റ്റ് തലതിരിച്ചു തന്നേ ഉള്ളൂ കേട്ടോ. അത് നിങ്ങൾ ജസ്റ്റ് നോക്കി വെച്ചിരുന്നാൽ മതി മക്കളെ. മുകളിൽ വരുന്നവൻ ഇങ്ങനെ നോക്കുമ്പോൾ, തലതിരിഞ്ഞ് നോക്കുമ്പോൾ മുകളിൽ വരുന്നവനായിരിക്കും റെഡ്. തല തിരിച്ച് പ്രിസം വന്നു കഴിഞ്ഞാൽ മുകളിൽ വരുന്നവനായിരിക്കും റെഡ്, താഴെ വരുന്നവനായിരിക്കും വയലറ്റ്. മക്കളെ അല്ലെങ്കിൽ ഇങ്ങനെ പിടിക്കുന്ന അറിയോടാ? നമ്മൾ നേരെ വരയ്ക്കുമ്പോൾ മുകളിൽ വരുന്നവൻ റെഡും താഴെ വയലറ്റും അല്ലേ? നേരെ തല തിരിഞ്ഞാൽ എന്ത് ചെയ്യും മക്കളെ? ഇവനെ തിരിച്ചിട്ട് കൊടുത്താൽ മതി. മനസ്സിലായ? ഒന്നുകൂടെ പറഞ്ഞുതരാം. എടാ, ഇങ്ങനെ വരയ്ക്കുമ്പോൾ മുകളിൽ റെഡും താഴെ വയലറ്റുവാ. പ്രിസം നേരെ തിരിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഇവനെ അങ്ങ് തിരിച്ചെഴുതണം. അത്രേ ഉള്ള കാര്യം. സെറ്റ് അല്ലേ മക്കളെ? ഓക്കെ അല്ലേടാ? ശരി മക്കളെ. അടുത്ത് എന്താടാ? ഓക്കെ, അതൊക്കെ സെറ്റാക്കി നമ്മൾ. യെസ് മക്കളെ, ഇതെന്താ കാരണം? വേവ് ലെങ്ത് കേട്ടോടാ. എന്തുകൊണ്ടാണ് ഈ ഒരു ഡിഫറൻസ് വരുന്നത് കേട്ടോ? വേവ് ലെങ്തിന്റെ അടിസ്ഥാനത്തിലാണ് മക്കളെ ആ അറേഞ്ച്മെന്റ് വരുന്നത്. തരംഗ ദൈർഘ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ ഒരു അറേഞ്ച്മെന്റ് വരുന്നതെന്ന് എന്റെ കുട്ടികൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം മക്കളെ? പഠിച്ചു വെക്കണം. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണ്, സെറ്റാണ്. അപ്പൊ മക്കളെ ഒരു കാര്യം മനസ്സിലാക്കടാ. ഇങ്ങനെ ഒരു പ്രിസം ഉണ്ടെങ്കിൽ മുകളിൽ റെഡ്, താഴെ എന്തായിരിക്കും? വയലറ്റ് ആയിരിക്കും. നേരെ തിരിച്ചാലോ മക്കളെ? ഇവനും അതുപോലെ റെഡ് താഴെ വരും. സെറ്റ്. ഓക്കെ അല്ലേ മക്കളെ? നോക്കിയോടാ. ഓൺ ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് ബിറ്റ്വീൻ F and 2F of a convex lens. ഡ്രോ ദ ഡയഗ്രാം ഓഫ് ദ ഇമേജ് ഫോർമേഷൻ. മക്കളെ നോക്കിയോടാ. ഇമേജ് ഫോർമേഷൻ ആണ് പറയുന്നത് കേട്ടോ. നോക്കിയോ, സിമ്പിൾ ആയ മക്കളെ. ഏത് ലെൻസാടാ പറഞ്ഞേക്കുന്നത്? അത് നോക്കിയല്ലോടാ. ഓക്കെ, കോൺവെക്സ് ലെൻസ്. ഇതൊരു കോൺവെക്സ് ലെൻസ് ആണ് കേട്ടോ മക്കളെ. F2F ഇവിടെ. ഇതാണ് നിങ്ങൾ അരുൺ സാർ മക്കളെ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ എന്ത് പറ്റിയുടെ ഇത് ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്തോക്കളതാ. ഇതൊരു ഒബ്ജക്റ്റ്, ഒരു വസ്തുവ. 1 സെന്റിമീറ്റർ ഹൈറ്റ് ആയിരിക്കണം. വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം 1 സെന്റിമീറ്റർ ഹൈറ്റ് ആയിരിക്കണം മക്കളെ. നോക്കിക്കോടാ. F2F മക്കളെ വരയ്ക്കുമ്പോൾ കൃത്യം അളവെടുത്ത് വരയ്ക്കണേടാ. O മുതൽ F വരെയുള്ള ദൂരം എത്രയാണോ അത് തന്നെ ആയിരിക്കും മക്കളെ F മുതൽ 2F വരെയുള്ള ദൂരം എന്നും മനസ്സിലാക്കണം. സെറ്റ് അല്ലേടാ? നോക്കൂ മക്കളേതാ. ഇനി ഒരു ഹൈറ്റുള്ള വസ്തു വരച്ചു സാർ, വരച്ചു മക്കളതാ. ഒരു ലൈറ്റർ എങ്ങനെ പോകും മക്കളെ? നേരെ പോകൂടാ. നേരെ പോകും. നേരെ പോയി കഴിഞ്ഞാൽ മക്കളെ നമ്മൾ പഠിച്ചായിരുന്നു. നിങ്ങൾ എല്ലാ ക്ലാസ്സിലും നിങ്ങൾ അരുൺ സാർ നിങ്ങൾക്ക് പറഞ്ഞു തന്നായിരുന്നു. അങ്ങനെ നേരെ ലെൻസിൽ പോയി വീണാൽ അത് ഏത് ലെൻസ് ആണെങ്കിൽ, കോൺവെക്സ് ലെൻസ് ആണെങ്കിൽ മക്കളെ ഫോക്കസ് വഴി പോകും. നല്ല ഫോക്കസ്.
ഓക്കെ അല്ലേ ഫോക്കസ് വഴി. ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാം രണ്ടാമത്തെ ലൈറ്റ് റേ ഏത് വഴി പോകണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഒന്നുകിൽ എഫ് വഴി പോകാം. ഇവന്റെ ഫ്രണ്ടിൽ ആരൊക്കെ ഉണ്ടോ മക്കളെ? ഈ വസ്തുവിന്റെ ഫ്രണ്ടിൽ ആരൊക്കെ ഉണ്ടോടാ? എഫും ഉണ്ട്, ഓയും ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടം സാറേ ഞാൻ എഫ് വഴിയെ പോകണം, ഓക്കെ എഫ് വഴി പോട്ടെ. നമുക്കതാ എഫ് വഴി ഇങ്ങനെ പോയി വീണു. എഫ് വഴി വീണു എന്തായിരിക്കും മക്കളെ? നോക്കിക്കോടാ, പാരലൽ അല്ലെങ്കിൽ നേരെ പോയി ഇതാ ഇവിടെ മീറ്റ് ചെയ്തു. ഇത്രയുള്ള കാര്യം മക്കളെ. നിങ്ങൾ റൂളൊന്നും നിങ്ങൾ എന്ത് ചെയ്യണം? ഭയങ്കര സ്ട്രെസ്സോട് പഠിക്കാനും വേണ്ട. നിങ്ങൾ ജസ്റ്റ് ചെയ്യുക, ഒരു ഹൈറ്റ് 1 സെന്റിമീറ്റർ ഹൈറ്റുള്ള വസ്തുവിനെ വരയ്ക്കണം. അവന് നേരെ ഒരു ലൈറ്റ് റേ പോകണം. നേരെ പോയാൽ ഫോക്കസ് വഴി പോകും. ഇനി നമ്മളെ ഇവന്റെ ഫ്രണ്ടിൽ ആരാണോ, എഫ് ആണെങ്കിൽ എഫ്, ഓ ആണെങ്കിലോ, എഫ് ആണെങ്കിൽ എഫ്, ഓ ആണെങ്കിലോ മക്കളെ അതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ട ഒരാളുടെ ലൈറ്റ് റേ അങ്ങ് പോയാൽ മതി. അവരെവിടെയാണോ കൂട്ടിമുട്ടുന്നത് അവിടെയായിരിക്കും ഇമേജ് ഉണ്ടാകുന്നത്. മക്കളെ സെറ്റ് അല്ലേടാ? ഈ ഇമേജിന്റെ പ്രത്യേകത എന്താ മക്കളെ? നോക്കിക്കേ, ഇവൻ 1 സെന്റിമീറ്റർ, അതേ ഹൈറ്റ് ആണോ അതിൽ കൂടുതലാണോ കിട്ടിയത്? ഹൈറ്റ് കൂടുതലല്ലേടാ? അപ്പൊ എൻലാർജ്ഡ്. കാര്യം മക്കളെ എൻലാർജ്ഡ് വലുതാണ്. അതെങ്ങനെ മനസ്സിലായി സാറേ? മക്കളതാ ഇത് നോക്കിക്കണം, ഇത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ കറക്റ്റ് അളവെടുത്ത് വരുമ്പോൾ അങ്ങനെ തന്നെ കിട്ടും. അതായത് നീളം കൂടുതൽ, അപ്പൊ എൻലാർജ്ഡാ. പിന്നെ മക്കളതാ വെർച്വലാണ്, ഇറക്റ്റ് ആണ്, തല തിരിഞ്ഞാണ്. മക്കളതാ തല തിരിഞ്ഞാണ് വരുന്നതെങ്കിൽ അവൻ എപ്പോഴും വിർച്വലാണ്, ഇറക്റ്റ് ആണ്. സോ പോയി കയ്യിൽ പോയി വിർച്വലാണേ? അല്ല, അത് മിസ്റ്റേക്ക് ആണ് കേട്ടാക്കളെ, അത് മിസ്റ്റേക്ക് ആണ് മക്കളെ, സോറിയടാ. റിയൽ ആണ്, ഇൻവേർട്ടഡ് ആണ്. ആരുടെ പഠിപ്പിക്കാൻ വിളിച്ചല്ലേ മക്കളെ? നോക്കടാ, ശ്രദ്ധ മക്കളെ, പെട്ടെന്ന് കയ്യിൽ നിന്ന് പോയതാടാ. ഇങ്ങോട്ട് നോക്കളെ, എടാ തല തിരിഞ്ഞാണ് ഇമേജ് വരുന്നതെങ്കിൽ, ആരോ താഴോട്ടാണ് വരുന്നതെങ്കിൽ മക്കളെ അവൻ എപ്പോഴും റിയൽ ആണ്, ഇൻവേർട്ടഡ് ആണ്. മക്കളെ യഥാർത്ഥമാണ് തലകീഴാണ് കേട്ടോ മക്കളെ. സോറി കേട്ടോ, യഥാർത്ഥമാണ് തലകീഴാണ്. നമ്മളെ പഠിച്ചു വെക്കണേടാ. നിങ്ങൾ വേറെ ഒന്നും നോക്കണ്ട മക്കളെ. ഒരു വസ്തു വരയ്ക്കണം, ഒരു ലൈറ്റർ നേരെ പോകണം, ഫോക്കസ് വഴി. പിന്നെ അവന്റെ ഫ്രണ്ടിലുള്ളവരാണ് എഫ് ആവാം, ഓ ആവും, നിങ്ങൾ ഇഷ്ടമാണ്. എഫ് കൂടെ വേണമെങ്കിലും പോവാം, ഓയിൽ കൂടി വേണമെങ്കിലും പോവാം. സെറ്റ് ഓക്കെ അല്ലേടാ മക്കളെ? അടുത്തേക്ക് പോവാടാ. നോക്കിക്കോ, ഇതൊക്കെ സെറ്റാണ്. ഇനി എന്താ മക്കളെ? ഇത് ഏത് ലെൻസ് എന്നാണ് ചോദ്യം. മക്കളെ എങ്ങനെ മനസ്സിലായടാ? ഈ ലൈറ്റ് ഇങ്ങനെ പോയി ഇവിടെ വന്നപ്പോൾ ഇങ്ങനെ അടുത്തേക്ക് വന്നു മക്കളെ. അങ്ങനെ അടുത്തേക്ക് പോകുന്നുവെങ്കിൽ അത് കോൺവെക്സ് ലെൻസ് ആയിരിക്കും. എന്താ മക്കളെ? കോൺവെക്സ് ലെൻസ് ആണ് മക്കളെ. പ്രകാശം കൺവേർജ് ചെയ്ത ഒരു പോയിന്റിലേക്ക് വന്നു, അടുത്തേക്ക് വന്നുവെങ്കിൽ അത് കോൺവെക്സ് ലെൻസ് ആണ് മക്കളെ. അതൊക്കെ സെറ്റ് ആണെന്നാണ് ഈ പറഞ്ഞേക്കുന്നത് കേട്ടോ. ഓക്കെ അല്ലേടാ? ശരി, ഇമേജിന്റെ പ്രത്യേകതയൊക്കെ ചോദിക്കുന്നുണ്ട്. മക്കളെ ഇതാ നോക്കിക്കടാ. ഇനി എന്താ മക്കളെ? ഇതില് നമുക്ക് വരുന്ന ഭൂമിയിലേക്ക് വരുന്ന ലൈറ്റ് റേസ് ഉണ്ടല്ലോ, സൺലൈറ്റിൽ മക്കളെ നമുക്ക് എന്താണ് വിച്ച് ടൈപ്പ് ഓഫ് റേഡിയേഷൻ ഇസ് റെസ്പോൺസിബിൾ ഫോർ ദ ഹീറ്റ് ഇൻ ദ സോളാർ റേഡിയേഷൻ? ഭൂമിയിലേക്ക് വരുന്ന പ്രകാശരശ്മികളിൽ അല്ലെങ്കിൽ മക്കളെ വികിരണങ്ങളിൽ ചൂട് കൂടുതൽ ആർക്കാ മക്കളെ? അത് ഇൻഫ്രാറെഡ് ആണെടാ. ഇൻഫ്രാറെഡ് ഏകദേശം ഭൂമിയുടെ ചൂട് കൊണ്ടുവരുന്നതിന്റെ 52% കൊണ്ടുവരുന്നത് ആരായിരിക്കും മക്കളെ? അത് ഇൻഫ്രാറെഡ് ആണെന്ന് മനസ്സിലാക്കണം മക്കളെ. സെറ്റ് അല്ലേടാ? ഓക്കെ മക്കളെ നോക്കിക്കടാ. ശരി, വിറ്റാമിൻ ഡി ആകുമ്പോൾ അൾട്രാ വയലറ്റ് പഠിച്ചു വെക്കേ. അൾട്രാ വയലറ്റ് കേട്ടോ മക്കളെ. വിറ്റാമിൻ ഡി ആണെങ്കിൽ അത് അൾട്രാ വയലറ്റ് ആണ് കേട്ടോ. ശരി, റേഡിയേഷൻസ് വന്നാൽ മക്കളെ സ്പീഡ് എത്രയാടാ? 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ് കേട്ടോ. 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ് മക്കളെ. വിറ്റാമിൻ ഡി എന്ന് കേട്ട് കഴിഞ്ഞാൽ എന്റെ കുട്ടികള് അൾട്രാ വയലറ്റ് എന്ന് എഴുതണം. സെറ്റ് അല്ലേടാ? ഓക്കെ അല്ലേ മക്കളെ? നോക്കിക്കോ, കംപ്ലീറ്റ് ദ റേ ഡയഗ്രാം. എന്താ ഇതേവരെ മക്കളെ എവിടെയെങ്കിലും കൂട്ടിമുട്ടൂടാ? നോക്കിക്കേ മക്കളെ, ഇങ്ങനെ ഇട്ട് ഡോട്ട് ഇട്ടുമ്പോൾ എവിടെയെങ്കിലും കൂട്ടിമുട്ടോ മക്കളെ? ഇല്ല. അങ്ങനെ കൂട്ടിമുട്ടാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം മക്കളെ, യവന്മാരൊന്ന് ബാക്കിലോട്ട് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യണം. കണ്ടോ മക്കളെ? ഇവിടെ ഏതൊക്കെ ഇമേജ് കിട്ടുന്നത്? എവിടെ മക്കളെ? സെയിം സൈഡ് തന്നെ, അതേ വശത്ത്, വസ്തു എവിടെയാണോ ഇരിക്കുന്നത് അതേ വശത്ത് തന്നെ എന്ത് മക്കളെ ഇമേജ് കിട്ടി. പ്രത്യേകം എന്തായിരിക്കും മക്കളെ? വസ്തു ഇത്രയായിരുന്നു. ഇമേജ് നോക്കിക്കേ, വലുതല്ലേ? ഇത്രയും നീളമില്ലേക്കളെ. അപ്പം എൻലാർജ്ഡ് ആണെടാ. എൻലാർജ്ഡ് വലുത് കേട്ടോ മക്കളെ. പിന്നെന്തായിരിക്കും മക്കളെ? വെർച്വലാണ്, ഇറക്റ്റ് ആണ് കേട്ടോ മക്കളെ. മിഥ്യയാണ്, നിവർന്നത്. മിഥ്യ, നിവർന്നത് മക്കളെ. അതെങ്ങനെ മനസ്സിലായി മക്കളെ? വസ്തു എങ്ങനെയാണോ ഇരിക്കുന്നത് മക്കളെ അതേപോലെയാണ് പ്രതിബിംബവും ഇമേജും കിട്ടുന്നതെങ്കിൽ അവൻ ഈ കേസാ. ഓക്കെ അല്ലേടാ? ശരി, അപ്പൊ അതൊക്കെ നമ്മൾ എഴുതിയിട്ടുണ്ട്.
ഓക്കെ അല്ലേ മക്കളെ? ഇപ്പം സെറ്റ് അല്ലേടാ? അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് എങ്കിലും എന്ത് ചെയ്യണം മക്കളെ? നിങ്ങൾ എന്ത് ചെയ്യണം? ചെയ്ത് പഠിക്കണം. അടുത്തൊരു സ്ലൈഡ് ഉണ്ടായിരുന്നു മക്കളെ, എന്തോ ടെക്നിക്കൽ ഇഷ്യൂ കാരണം അത് മിസ്സായി പോയി മക്കളെ. ഓക്കെ അല്ലേടാ? അപ്പം ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം മക്കളെ? എൻ്റെ കുട്ടികൾ പഠിച്ചിരിക്കണം മക്കളെ. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഓഗസ്റ്റ് 24-ന് 7:30 ഞാൻ എന്ത് ചെയ്യുന്നു മക്കളെ? ലൈവിൽ വരുന്നുണ്ട്. ഇതിൽ നിന്നും അടിപൊളി ക്വസ്റ്റ്യൻസ് ആയിട്ട് ഞാൻ നിങ്ങളെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. ഓക്കെ അല്ലേ മക്കളെ? പിന്നെ ഒരു കാര്യം ചെയ്യുക, ഈ ഒരു നോട്ട് കിട്ടാനും പുതിയ മക്കളെ പുതിയ ലെവൽ ക്വസ്റ്റ്യൻസ്, പുതിയ മോഡൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആവാൻ നേരം മക്കളെ നിങ്ങൾ നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ഒന്ന് ജോയിൻ ചെയ്യണം മക്കളെ. സെറ്റ് അല്ലേടാ? അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് എങ്കിൽ മക്കളെ മക്കളെ എവിടെയെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവാതെ ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു, അത് എന്തെങ്കിലുമൊക്കെ എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ആണെങ്കിൽ ഞാൻ അത് കറക്റ്റ് ചെയ്യും. ഓക്കെ അല്ലേ മക്കളെ? നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മാത്രമേ, സാറേ സ്പീഡ് കൂടുതലാണോ, സ്പീഡ് കുറയ്ക്കണോ, എന്തെങ്കിലും ക്ലാരിറ്റിയിൽ കുറവുണ്ടോ എന്നൊക്കെ ഒന്ന് മക്കളെ നിങ്ങൾ ജസ്റ്റ് കമന്റ് ചെയ്താൽ മാത്രം മതി. അതിനെല്ലാം ഞാൻ എന്ത് ചെയ്യും മക്കളെ? റിപ്ലൈ തരും. ഓക്കെ മക്കളെ? ഓക്കേടാ? അപ്പൊ നല്ലപോലെ പ്രിപ്പയർ ചെയ്യും, നല്ലപോലെ പഠിക്കും. നമുക്ക് ഓണം എക്സാമിന് ഫുൾ മാർക്ക് വാങ്ങിച്ചുകൊണ്ട് അരുൺ സാറേ ഫുൾ മാർക്ക് കിട്ടിയെന്ന് പറഞ്ഞ് ആ ഒരു കമന്റ് ഞാൻ മക്കളെ നിങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്നു മക്കളെ. ഓക്കെ അല്ലേടാ? അപ്പൊ അതുവരെ നമുക്ക് കാണാം മക്കളെ. ഓക്കെ ബൈ, താങ്ക് യു.